ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് തോട്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ നമ്മളെ ഫ്രണ്ട്ഷിപ്പിനെയൊക്കെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് ഫ്രണ്ട്ഷിപ്പൊക്കെ ഭയങ്കര എന്താ പറയുന്നത്, വലിയ വാല്യൂ ഒക്കെ കൊടുത്തിരുന്ന കാലമായിരുന്നല്ലേ. ഇപ്പോഴും നമുക്ക് അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഇല്ലെന്നുണ്ടെങ്കിലും കുറച്ച് ചുരുക്കം ചിലരായി കുറഞ്ഞിട്ടുള്ള ഒരു സമയമാണ്. അതായത് നമ്മൾ പഠിക്കുന്ന സമയത്തുള്ള അത്രയും ഫ്രണ്ട്സ് നമുക്കിപ്പോൾ ഉണ്ടാകത്തില്ല. പഠിക്കുന്ന സമയത്തെന്ന് പറയുമ്പോൾ ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര എന്താ പറയുന്നത്, പഠിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ഫ്രണ്ട്സിനായിരുന്നു മുഖ്യം. ഫ്രണ്ട്സ് മുഖ്യം ബിഗിലി എന്ന് പറയുന്ന പോലെ ഫ്രണ്ട്സിന് വലിയ മുൻഗണന കൊടുത്തിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം ഭയങ്കര ഓവർ പോസസീവ് ആവുക, അവരെ ഭയങ്കര കെയർ ചെയ്യുക, അവരോട് ഭയങ്കര സ്നേഹം കൂടുതൽ കാണിച്ചിട്ട് ആ ഒരു ടൈം അല്ലേ. കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അന്ന് പറഞ്ഞ ബെസ്റ്റ് ഫ്രണ്ടൊക്കെ ഇപ്പോഴും ഉണ്ടോ? എല്ലാവർക്കും ഉണ്ടാവുമോ? ചിലർക്കൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ, ചിലർക്കൊന്നും ഉണ്ടാകത്തില്ല. അതൊക്കെ എപ്പോഴോ ഏതോ ഒരു നിമിഷത്തിലെല്ലാം അങ്ങ് മാറിപ്പോവും. അപ്പം എല്ലാവരും തിരക്കുള്ള ജീവിതങ്ങളും ഒക്കെ ആയിട്ട് അവരവരുടേതായ ജീവിതത്തിൽ പിന്നീട് ഒരു നിമിഷത്തിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ അന്ന് നമ്മളോട് കാണിച്ച ഫ്രണ്ട്ഷിപ്പൊന്നും ശരിക്കും അത് യാഥാർത്ഥ്യമല്ല. അവർക്ക് നമ്മളെക്കാളും പ്രിയപ്പെട്ടതായിട്ട് മറ്റു പലരുണ്ടായിരുന്നു എന്നുള്ളത് നമ്മളെ ജീവിതം അതായത് വഴിയെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ സ്വയമേ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഒട്ടുമിക്ക ഫ്രണ്ട്ഷിപ്പിലും സംഭവിക്കുന്നത്. അങ്ങനെയായിരിക്കും ഒട്ടുമിക്ക ഫ്രണ്ട്ഷിപ്പും പതിയെ ഇല്ലാണ്ടാവുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ പറയുകയാണെന്നുണ്ടെങ്കിലും ഇതേപോലെ പറയുമ്പോൾ ഭയങ്കര ഓവർ പോസസീവൊക്കെ ആയിട്ട് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായിരുന്നു, സ്നേഹം കൂടുതലൊക്കെ. കാരണം മറ്റുള്ളവരോടിനേക്കാളും വലിയ പ്രിയമായിട്ടുള്ള രീതിയിൽ കൊണ്ടൊക്കെ നടന്നിട്ട് അവസാനം നമ്മൾ എന്താ പറയുക ഒരാവശ്യം അവസ്ഥയിൽ വരുമ്പോഴത്തേക്ക്, അതായത് നമ്മളതായ ഒരു ഫ്രണ്ടിനെ നമ്മൾ സഹായിക്കുന്ന എന്നുള്ള രീതിയിൽ നമ്മൾ സഹായിക്കും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തന്നെയും എൻ്റെ ഫ്രണ്ടിന് എൻ്റെ കല്യാണം ആലോചന വന്ന സമയത്ത്, അതായത് കല്യാണം കഴിക്കാനായിട്ടുള്ള ഒരു സമയം വന്നപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു, ഇപ്പം ഓൾറെഡി ഉണ്ടായിരുന്ന ലൈനിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമായിരുന്നു. അപ്പോൾ ഒഴിവാക്കാനായിട്ട് ഒരു കാരണം കണ്ടെത്താനായിട്ട് നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അപ്പോൾ എനിക്കറിയുന്ന കാര്യം ഞാൻ പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കല്യാണം ഒഴിവാക്കാൻ വേണ്ടിയുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞത്, ആ ആളിൻ്റെ മോശമായുള്ള രീതിയിൽ ഞാൻ കണ്ടു. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടത്തി നമ്മൾ ഒരുമിച്ചാണെന്നുണ്ടെങ്കിൽ പോലും അവർ ഇല്ലാത്ത സമയത്ത്, അപ്പം വേറെ എന്താണ് ഞാൻ കഥ പറയാൻ തുടങ്ങുകയാണെങ്കിൽ കുറേ ഉണ്ട്. അപ്പം അതിൽ ചുരുക്കി ഒരു കഥ പറയാം. അപ്പം എൻ്റെ ഈ ബെസ്റ്റ് ഫ്രണ്ടും ഒരു ആളുമായിട്ട് ലൈനായിരുന്നു. പണ്ടത്തെ കാലമാണ്. പണ്ട് നമ്മൾ ലൈൻ എന്നൊക്കെയാണല്ലോ പറയുന്നത്, ഇപ്പോഴാണല്ലോ റിലേഷൻഷിപ്പ് മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ലൈന് സെറ്റായിരുന്ന സമയത്ത് കല്യാണം ഇങ്ങനെ വീട്ടിൽ നോക്കുന്നു. അപ്പോൾ അത് മുന്നോട്ട് പോകാൻ കൊണ്ടുപോകത്തില്ല, പറ്റില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ ഈ ഫ്രണ്ട് ലൈനായിട്ടിരിക്കുന്ന അവനുമായിട്ട് അവൾ അറിയാത്ത സമയത്ത് വേറെ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടത്തി കറങ്ങാനായിട്ട് ഇങ്ങനെ പോയി. അപ്പോൾ അത് മോശമാണ്. കാരണം ശരിയാണ്, അവർ തമ്മിൽ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും അതൊന്നെങ്കിൽ അറിഞ്ഞിട്ട് വേണം. ഇത് അറിയാതെ പോണത് അത് ഒരു തെറ്റായ ഒരു കാര്യമാണ്. അപ്പം അത് വെച്ച് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ഇതിൽ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അപ്പം ഇത് ഒരു കാരണമാക്കിയിട്ട് അത് ഒഴിവാക്കാൻ വേണ്ടി അതങ്ങനെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് നഷ്ടമായത് മറ്റേ എൻ്റെ ഫ്രണ്ടിനെയും കൂടെയാണ്. കാരണം ആ ഫ്രണ്ടിനെ ഞാൻ ഒറ്റിക്കൊടുത്തു എന്നുള്ളതായി. പക്ഷെ ഞാൻ ഒറ്റിക്കൊടുത്തതല്ല, അവരങ്ങനെ ചെയ്തത് മോശമാണെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതാണ്. പക്ഷെ ആ ഫ്രണ്ടിൻ്റെ കൂടെ മിണ്ടാതെയായി ഈ ഫ്രണ്ടും അവസാനം നൈസായിട്ട് അതിൽ നിന്ന് ഒഴിവാകാനും പറ്റി. പിന്നീട് ഇപ്പം അങ്ങനെ വലിയ ടച്ചൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാനും പറ്റത്തില്ല. വല്ലപ്പോഴും വല്ല മെസ്സേജ് ഒന്നും അയക്കാറില്ല എന്തുവായാലും. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ഇത്രയൊക്കെ ഉള്ളൂ ഫ്രണ്ട്ഷിപ്പ്. നമ്മളൊരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി അല്ലാതെ ഒരു ഫ്രണ്ടിന് വേണ്ടി കുറേ നാൾ ഇങ്ങനെ ചത്ത് കടന്ന് സ്നേഹമൊക്കെ കാണിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതിലൊന്നും വലിയ ഒരു അർത്ഥവുമില്ലെന്ന് നമ്മളെ ജീവിതം തെളിയിക്കുന്ന ഒരു കാലം വരും എന്നുള്ളത് മനസ്സിലാക്കി തന്നു. അപ്പം അങ്ങനെ മനസ്സിലാക്കിയപ്പോഴത്തേക്കും നമ്മൾ അതനുസരിച്ച് ഒഴിവായി മാറിപ്പോകണമല്ലോ. അപ്പം ഞാനും അതനുസരിച്ച് തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ഒഴിഞ്ഞു മാറി ഞാൻ എൻ്റെതായ രീതിയിൽ ഞാനും പോകണം. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള. അപ്പം എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നില്ല. ഞാൻ എൻ്റെതായ ഒരു അനുഭവം പറയാനാണെങ്കിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പിന്നെ ഒരുപാട് പറഞ്ഞ് നീട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ കൊണ്ട് നിർത്തുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി. ബായ് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും ഫ്രണ്ട്സ് ഒന്നും ഇല്ല എന്നല്ല, നല്ല നല്ല ഫ്രണ്ട്സ് എനിക്കിപ്പോഴും ഉണ്ട്. അതായത് വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഞാൻ നിലനിർത്തിക്കൊണ്ട് പോകണം. എൻ്റെ 10ാം ക്ലാസ്സിലും +2ലും ഒക്കെ ഉള്ള ഫ്രണ്ട്സ്, നല്ല ഫ്രണ്ട്സ് ഇപ്പോഴും ഉണ്ട്.
കുറച്ച് പേരായിട്ട് കമ്പനി ആയിട്ടുണ്ട്, ഉള്ളെന്നല്ല, കുറച്ച് പേര്, വളരെ ചുരുക്കം, എണ്ണാവുന്നതിൽ ചുരുക്കം ചിലരുമായിട്ട് മാത്രം സുഹൃത്ത് ബന്ധങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളൂ. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.